I'm not talking about all over India, but Kerala innum എനിക്ക് one of the best. പക്ഷേ certain elements ഇപ്പം നമ്മൾ നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്തു അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും it was most attended show as far as Kerala police also concerned. എനിക്ക് 1.65 lakhs ആയിരുന്നു അന്നത്തെ ഷോന്റെ അറ്റൻഡൻസ്. ടിക്കറ്റ് ഇല്ലാത്തവരും ടിക്കറ്റ് ഉള്ളവരുമായിട്ട് ഐ മീൻ പാസസ് ഉള്ളവരും ഇല്ലാത്തവരുമായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ സിദ്ദിഖ് ഇപ്പൊ ഡയറക്ടർ സിദ്ദിഖ് ഡയറക്ട് ചെയ്ത സലാം ഹബീബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് ഓൾ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിയിലുള്ള എല്ലാ ആൾക്കാരും ദിലീപും കൂടെയാണ് ഞങ്ങളത് ദുബായിൽ ചെയ്തായിരുന്നു. ദുബായിലും അബുദാബിയിലൊക്കെ ആയിട്ട് ഇറ്റ് വാസ് എ വണ്ടർഫുൾ സക്സസ്. അങ്ങനെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഭരചന്ദ്രൻ IPS എന്ന് പറഞ്ഞ സിനിമ ജോസാറും പിന്നെ അതുപോലെ നമ്മുടെ ഫാരിസ് അബൂബക്കറും കൂടെ ചെയ്തൊരു മൂവിയാണത്. അതിനും ചെറിയ രീതിയിലൊക്കെ നമ്മൾ അതിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം കേരള കഫേ അദ്ദേഹം രഞ്ജിത്തും ഒക്കെ കൂടെ ചെയ്തു. അതിനും ഒരു ഭാഗമാത്രമായിട്ട് നമ്മളുണ്ടായിരുന്നു. സോ സിനിമ മേഖല മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. സോ അതൊക്കെ എല്ലാം ഡിഫറെന്റ് ആണ്. ആസ് യു സെഡ് വൺ ടു അതർ another one is linked. അതിൽ സർ വന്നിട്ട് ഔട്ട് ഓഫ് ദാറ്റ് ചെയ്തത് ഈ ഐസ്ക്രീമിന്റെ ഇത് മാത്രം. ബട്ട് റെസ്റ്റ് ഓഫ് ദ തിങ്സ് യു ആർ റിലേറ്റഡ് വിത്ത് ദ സെയിം കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി. പക്ഷെ അതല്ലാതെ മറ്റൊരു മേഖലയാണ് സ്പോർട്സ്. Sports nowadays has become a part of media. And I can say media is lying on sports also. എന്നുള്ള പറയുന്ന രീതിക്കാണ് ന്യൂസ് ഉണ്ടാക്കണമെങ്കിൽ സ്പോർട്സിന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് even nowadays the sportsman or the sportswoman is becoming a celebrity. So already they are the celebrities. അതെ already ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ഒരു സ്പോർട്സ് തന്നെ ഒരു മീഡിയ ആംഗിളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. How far ഞാൻ പറയുന്നത് ഒരു ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ today we all know that whatever is happening the match fixing case or whatever that things. പക്ഷെ ഇതില് മീഡിയ അല്ലാതെ സത്യസന്ധതയോട് കൂടിയിട്ടാണോ ഈ സ്പോർട്സ് നടക്കുന്നത്? നോക്കൂ, ഞാൻ ക്രിക്കറ്റ് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിച്ചിരുന്നു ഒരു 20 വർഷം മുന്നേ. അന്നൊന്നും ഇങ്ങനത്തെ ആംബിഷൻസ് ഒന്നുമില്ല. ഇപ്പൊ ശ്രീശാന്തോ അല്ലെങ്കിൽ ഒരു ടിനു യോഹനാനൊന്നും അന്ന് ഉണ്ടാവുന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മളെ ഒരു വഴിപാട് തീർക്കാൻ കളിക്കുക, അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ആകെ അന്ന് കേരളത്തില് നല്ല പ്ലേയേഴ്സിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ജോലിക്ക് കേട്ടുന്ന ആകെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻകൂർ ആണ്. സ്റ്റിൽ ദേ ആർ ദർ. പക്ഷെ ഇന്നിപ്പോ വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ജോലി ഗ്രാജുവേഷൻ ആണെങ്കിൽ SBTയിൽ കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് കേരളത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്നിപ്പോ അതൊക്കെ മാറി. ഇന്നിപ്പോ ഞാൻ തന്നെ പലവട്ടം ആലോചിച്ചിട്ടുണ്ടാവും അന്നൊക്കെ കുറച്ചും കൂടെയൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്താമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ സിനാരിയോ ഇസ് ഡിഫറെന്റ്. ഇറ്റ് ബിക്കം എ ട്രൂ പ്രൊഫഷണൽ ഇൻഡസ്ട്രി. സ്പോർട്സ് has become an industry. കാരണം ഇന്ന് ഇതൊന്നും ഒരുപാട് പേർക്ക് ജീവിതമുണ്ട് അതില്. പക്ഷേ what I feel is the sportsman's real spirit is going out എന്നാണ് എനിക്ക് തോന്നുന്നത്. Never. It will never happen because ഇന്നും എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ 25 വർഷമായി I been to cricket. പക്ഷെ ആ കളിക്കുന്ന അന്ന് അതേ ഇൻട്രസ്റ്റ് ഇന്നും എനിക്കുണ്ട്. അതിന്ന് എന്ത് തന്നെ എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ദർ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇതിന്റെ പിന്നാലെ നടക്കുന്നത് ബേസിക്കലി. ഇപ്പൊ നമ്മൾ ഇതിന്റെ എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഞാൻ പണ്ട് കല്യാണം കഴിച്ച സമയത്ത് എന്റെ ഭാര്യയോട് പറയായിരുന്നു, നീ ആദ്യത്തെ ഭാര്യയാണെങ്കിൽ രണ്ടാമത്തെ ഭാര്യ ക്രിക്കറ്റ്, അല്ലെങ്കിൽ നീ രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ ആദ്യത്തെ ഭാര്യ ക്രിക്കറ്റ്. അന്നും ഇന്നും ഇപ്പൊ വെറ്ററൻസ് ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു പ്രായത്തിൽ I'm 43 now. This coming 16th it's my birthday. Okay, so ഈ 4 വർഷം മുന്നേ എറണാകുളത്ത് 2 പ്രാവശ്യമാണ് കോർപ്പറേറ്റ് ലീഗ് ഉണ്ടായിട്ടുള്ളൂ. ഈ 2 പ്രാവശ്യവും ഞാൻ ക്യാപ്റ്റനായ സൈഡാണ്, ഞങ്ങളാണ് വിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ ഐ എം കീപ്പിംഗ് ദ ട്രോഫി വിത്ത് മീ. ഓക്കെ, അപ്പോ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ളൊരു വികാരമാണ്. അത് ഏതൊരു സ്പോർട്ട് ആണെങ്കിലും കേട്ടോ, അത് ക്രിക്കറ്റ് എന്നല്ല ഫുട്ബോൾ ആണെങ്കിലും നമ്മുടെ ബ്ലഡിൽ ഹൗ യു കീപ്പിംഗ് ഇറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് മാച്ച് ഫിക്സിങ്ങും ഇല്ല, ഒന്നുമില്ല. നമ്മൾ കളിക്കണം എന്ന് വിചാരിച്ചാൽ പോയി കളിക്കും. പിന്നെ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം lot of money pumped into it. Especially ഇപ്പോൾ BCCI സംബന്ധിച്ചോളം വേൾഡിലെ റിച്ചസ്റ്റ് സ്പോർട്സ് ഓർഗനൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു പാഷനും ഒക്കെ ആയതുകൊണ്ടല്ലേ ഇത്രയും മണി ഓഫ് കോഴ്സ് അവർക്ക് കിട്ടുന്നത്. ഇത്രയും നമുക്ക് വ്യൂവർഷിപ്പ് ഒക്കെ ഉള്ള ചാനൽസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും പൈസ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ക്രിക്കറ്റിൽ അഴിമതി ഉണ്ടോ? ഉണ്ടായിരിക്കാം.
ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള, അതായത് കഴിഞ്ഞൊരു 3 വർഷത്തിന് മുന്നേ ഉള്ള ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ള ആൾക്കാർ ഒരുപാട് കേരള ക്രിക്കറ്റിനെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പിച്ച്, ശരിക്കും പറഞ്ഞ ഒരു ടർഫ് വിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് യു ഗോ അറൗണ്ട് യു ക്യാൻ ഫൈൻഡ് ലോട്ട് ഓഫ് ടർഫ് വിക്കറ്റ്സ്. ഒരുപാട് റീജിയണൽ സ്റ്റേഡിയംസ് വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട്, ഞാൻ അതിനൊരു ഉദാഹരണം പറയാം, ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല, പക്ഷെ എന്നാലും പറയാം, പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അവരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അല്ലേ. വെൻ ഇറ്റ് ബിക്കം ഡെമോക്രസി യു ഹാവ് ടു ആൻസറബിൾ അല്ലേ. അപ്പൊ അത് തന്നെയായിരുന്നു കേരള ക്രിക്കറ്റിലും. പണ്ട് രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. Once it become democratic, people changed. അപ്പൊ ഇതിന്റെ അകത്തുള്ള എല്ലാവരും മാറി. അതേമാതിരി നമ്മൾ രാജാക്കന്മാരെ മാതിരി കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സെക്രട്ടറിയോ പ്രസിഡന്റിയോ ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ അവരെ ഓരോരുത്തരെയും മനസ്സിലാക്കാനും തിരിച്ച് മനസ്സിലാക്കാനും അതുപോലെ ഫണ്ട് വരുവാനും കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കേരള ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്തിനെ സംബന്ധിച്ചെടുക്കും, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ജയേഷ് ജോർജ്, ദി സെക്രട്ടറി ഫോർ എറണാകുളം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ. എനിക്കൊണ്ട് ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സെക്രട്ടറി ഇതിനു മുന്നേ എറണാകുളം ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഹീസ് 24 hours ആക്റ്റീവ്. ജസ്റ്റ് ഇപ്പൊ എറണാകുളത്തിനെ സംബന്ധിച്ചോളം നമ്മൾ പണ്ടൊരു ടൂർണമെന്റ് കളിക്കണമെങ്കിൽ ഒരു മഹാരാജാസ് കോളേജിലോ ഒരു തൃപ്പൂണിത്തറയിലോ ഒരു റിഫൈനറിയിലോ ഈ 3 ഗ്രൗണ്ടേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്നെന്ന് പറഞ്ഞാൽ സെന്റ് പോൾസ് ഗ്രൗണ്ട്, ഫിഷറീസ് ഗ്രൗണ്ട്, അതുപോലെ ഒരുപാട് ഗ്രൗണ്ടുകൾ, പുതിയ അക്കാഡമികൾ, തേവരയിൽ അക്കാഡമി വരുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഇപ്പൊ കോതമംഗലത്തുണ്ട് ഒരു അക്കാദമി. അപ്പൊ ദേ ആർ ഇൻ ടു ഇറ്റ്. They become the professionals to bring cricket in a different level in Kerala. അതിന് ശരിക്കും ചെയ്തു. So I accept to your point. എന്നുവെച്ചാൽ ഒരു സൈഡ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊച്ചിനിൽ തന്നെ നമ്മുടെ കേരളത്തേക്ക് തന്നെ ഈ IPL കൊണ്ടുവന്നത് മിസ്റ്റർ ശശി തരൂരാണ്. സാർ പറഞ്ഞ ഒരു ആസ്പെക്ടിന് ഐ അക്സെപ്റ്റ് ദ പോയിന്റ്, ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു റിയലി ഫീൽ ദാറ്റ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു പാഷൻ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എയിമാണ്, ആംബിഷൻ ആണ്. പക്ഷെ ടു ദ സർട്ടൻ എക്സ്റ്റെന്റ് നമ്മൾ തന്നെ നമ്മുടെ കേരളം ഡെവലപ്പ് ആവുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. മേഡ് ബി സ്പോർട്സ് ഓർ മേഡ് ബി ബിസിനസ് ഓർ മേഡ് ബി ഇൻഡസ്ട്രി. സോ പീപ്പിൾ ആർ വെരി സ്കെയർഡ് ടു ഗെറ്റ് ഇൻ ടു കേരള. അങ്ങനെ ഒരു സ്കെയറി സിറ്റുവേഷനിലാണ് നമ്മൾ IPL ഇവിടെ ലോഞ്ച് ആവുന്നത്. സി വി ഹാവ് ടു താങ്ക് മിസ്റ്റർ ശശി തരൂർ ഫോർ മേക്കിംഗ് IPL കം ടു കൊച്ചി ഓർ ടു കേരള ഐ ക്യാൻ സേ. അതിന്റെ പുറകിൽ നമുക്ക് ഒത്തിരി കമോഷൻസും ഒത്തിരി നമുക്ക് അറിയാം അതിൽ എന്തൊക്കെയാ സംഭവിച്ചു, പിന്നെ എന്തൊക്കെയാ നടന്നത്. എഗെയിൻ നമുക്ക് വരുന്നത് നെക്സ്റ്റ് LB ബാങ്കിൽ ഈ IPL കൊച്ചിയിലെ ടീം മേടിച്ചവരാണ്. അവിടെ ആ കമോഷനും അറിയാം.